Hello friends, welcome to Entry Technical YouTube channel. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കുറച്ച് ടെക്നിക്കൽ എക്സാം നോട്ടിഫിക്കേഷൻസ് ആണ്. ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻസ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് ആണ്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ ഇതുവരെ ടെക്നിക്കൽ എക്സാംസിൻ്റെ ഈ ഒരു ചാനൽ ഫോളോ ചെയ്തില്ലെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യുക. കാരണം ഒരുപാട് നോട്ടിഫിക്കേഷൻസ് നമുക്ക് ഓരോ മാസവും അപ്ഡേറ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ മാസം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസർ എല്ലാ ബിടെക് ബ്രാഞ്ചുകാർക്ക് എഴുതാൻ പറ്റുന്ന എക്സാം ആയിരുന്നു. അതുപോലെ തന്നെ KW ഓവർസിയർ ഗ്രേഡ് 3 മെക്കാനിക്കൽ സിവിൽ കഴിഞ്ഞ ആളുകൾക്ക് എഴുതാൻ പറ്റുന്ന എക്സാം ആയിരുന്നു. അതിന് മുമ്പത്തെ മാസം ഓവർസിയർ ഗ്രേഡ് 2 സിവിൽ കഴിഞ്ഞവർക്ക് എഴുതാൻ പറ്റുന്ന ഒരു എക്സാം ആയിരുന്നു. അപ്പോൾ ഇതുപോലെ ഓരോ മാസവും സ്പെസിഫിക് ആയിട്ട് ടെക്നിക്കൽ എക്സാംസുകൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ പുതിയ ഇനി വരാൻ പോകുന്ന എക്സാമുകൾ ഏതൊക്കെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ എന്തായാലും ഫോളോ ചെയ്യുക. ഒരുപാട് ആളുകൾ ഈ ഒരു ചാനൽ ഫോളോ ചെയ്യുന്നു. ഓൾറെഡി നമുക്കറിയാം ഏകദേശം 75,000-ഓളം സബ്സ്ക്രൈബേഴ്സ് നമുക്കായിട്ടുണ്ട്. സോളിഡ് ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സാണ്. ഏകദേശം 2020 സമയത്താണ് നമ്മൾ ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. 2021 ഒക്കെ ആകുന്ന സമയത്ത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം 1300-ഓളം വീഡിയോസ് ഈ ചാനലിലൂടെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇനിയും നിങ്ങൾക്ക് ആരെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ ആരെങ്കിലും ഇതുപോലെ എക്സാംസിന് റിലേറ്റഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ചാനൽ എന്തായാലും ഫോളോ ചെയ്യാൻ പറയാം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ വരുന്നത് കാറ്റഗറി നമ്പർ 069/2024 ആണ്. ഇതുവരെ ഇങ്ങനെ നോട്ടിഫിക്കേഷൻ കാണാത്ത ആളുകൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാറ്റഗറി നമ്പർ ഉണ്ടാവും, ഡിപ്പാർട്ട്മെൻറ്റ് ഏതാണെന്നുണ്ടാവും, അതിനകത്ത് പോസ്റ്റ് ഏതാണെന്നുണ്ടാവും, അതുപോലെ തന്നെ സാലറി സ്കെയിലും വേക്കൻസി, ഈ ഒരു ഓർഡറിലാണ് നമ്മൾ നോട്ടിഫിക്കേഷൻസ് വരാറുള്ളത്. ഓക്കെ, അപ്പോൾ യൂണിവേഴ്സിറ്റീസ് ഇൻ കേരളയിലാണ് ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നത്. യൂണിവേഴ്സിറ്റീസ് ഇൻ കേരളയിൽ വരുന്നത് ആ പോസ്റ്റിൻ്റെ പേര് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇൻസ്ട്രുമെൻറ്റേഷൻ്റെ അകത്ത് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ പോസ്റ്റാണ് വരുന്നത്. സാലറി സ്കെയിൽ ഏകദേശം 55,200 മുതൽ 1,15,300 വരെയാണ് സാലറി സ്കെയിൽ. അത്യാവശ്യം നല്ല സാലറി സ്കെയിലാണ്. ഇതിൻ്റെ ഒരു കാര്യം നിങ്ങൾക്ക് പറയാം, നമ്മുടെ ടെക്നിക്കൽ എക്സാം എഴുതുന്ന ആളുകൾക്ക് ഓൾറെഡി എക്സ്പീരിയൻസും കാര്യങ്ങളൊന്നും നമ്മൾ ചോദിക്കുന്നില്ല. അതായത് കേരള PSC ചെയ്യുന്ന സമയത്ത് എക്സ്പീരിയൻസും കാര്യങ്ങളൊന്നും വേണ്ടാത്ത പോസ്റ്റാണ്. അതുകൊണ്ട് ഒരു ഫ്രഷർ ആയിട്ടുള്ള ആളുകളാണെങ്കിലും, അതായത് ബിടെക് ക്വാളിഫിക്കേഷൻ ഉള്ള ആൾ, നേടിയ ആളുകൾ, ഇപ്പോൾ ഫൈനൽ ഇയേഴ്സിന് പറ്റില്ല, നേടിയ ആളുകൾക്കാണെങ്കിൽ ഈ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം അത് ഫ്രഷറായിട്ട് കിട്ടുന്ന ഒരു ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. നമുക്കറിയാം ഇപ്പോൾ നമ്പർ ഓഫ് വേക്കൻസി ആണ്. അറ്റ് ടൈം ഓഫ് നോട്ടിഫിക്കേഷൻ സമയത്ത് ഒരു വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. നമുക്കറിയാം ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞ് അതിൻ്റെ എക്സാം കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് വന്ന് 3 ഇയർ വാലിഡിറ്റി ഉണ്ടാവും. ആ 3 വർഷം വാലിഡിറ്റിൻ്റെ ഇടയ്ക്ക് എത്ര വേക്കൻസി വരുന്നു അതൊക്കെ ഈ ഒരു റാങ്ക് ലിസ്റ്റിനായിരിക്കും. അതിനകത്ത് റിക്രൂട്ട്മെൻറ്റ് അറ്റ് ദ ടൈം ഓഫ് നോട്ടിഫിക്കേഷൻ ഒരു വേക്കൻസി ഉള്ളൂ. അതിനി കൂടാനും കുറയാനൊക്കെ കൂടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ പറയുന്നത് ഡിഗ്രി ഇൻ ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ് ഓർ ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ. ഓക്കെ, ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗിൽ നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞാണെങ്കിൽ, അല്ലെങ്കിൽ ബിടെക് കഴിഞ്ഞ ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അടുത്ത പോസ്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അതായത് സൈറ്റിൽ നിങ്ങൾ ഇങ്ങനെയായിരിക്കും കാണുക അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ്. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇത് വരുന്നത്. ഇനി അടുത്ത നോട്ടിഫിക്കേഷൻ 070/2024, അതായത് തൊട്ടടുത്ത നോട്ടിഫിക്കേഷൻ. അതും യൂണിവേഴ്സിറ്റീസ് ഇൻ കേരളയാണ്. അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ പോസ്റ്റാണ്, ഇലക്ട്രിക്കലാണ്. ഓക്കെ, ഇലക്ട്രിക്കലിൻ്റെ കേസ് പറയുന്ന സമയത്ത് നമുക്കറിയാം ഓൾറെഡി ഹാർബർ എഞ്ചിനീയറിംഗ് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ എക്സാം ഉണ്ടായിരുന്നു. നമുക്ക് ഓൾറെഡി ആ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട് ഓരോ നോട്ടിഫിക്കേഷൻസ് ഇങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്. 1-2 വേക്കൻസി ആണെന്ന് കരുതി നിങ്ങൾ അപ്ലൈ ചെയ്യാതിരിക്കരുത്, പഠിക്കാതിരിക്കരുത്. കാരണം നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് എന്നാൽ മാത്രമാണ് ഒരു ടെക്നിക്കൽ എക്സാമിന് നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഹാർബർ എഞ്ചിനീയറിംഗ് എക്സാം ജൂലൈ മാസത്തിലുണ്ട്. ഇത് ഏകദേശം അത് കഴിഞ്ഞ് ഒരു 1-2 മാസം കഴിഞ്ഞാൽ, ഏകദേശം ഒരു 3-4-5 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ എക്സാം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതുപോലെ ഇനിയും എക്സാമുകൾ വിളിക്കാനുണ്ട്. അതേതാണെന്ന് ഞാൻ അടുത്ത സ്ലൈഡ് കാണിക്കാം. ഓക്കെ, ഇതിനും സാലറി സ്കെയിൽ സെയിം ആണ്. 55,200 മുതൽ 1,15,300 വരെയാണ്. നമ്പർ ഓഫ് വേക്കൻസി 3. അതായത് നോട്ടിഫിക്കേഷൻ സമയത്ത് ഓൾറെഡി 3 വേക്കൻസി ഇലക്ട്രിക്കൽ ബിടെക് കഴിഞ്ഞ ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റാണ്. ഓക്കെ, ഡിഗ്രി ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഓർ ഈക്വലന്റ് ക്വാളിഫിക്കേഷൻ ആണ് പറഞ്ഞത്. അതിൻ്റെ നമ്മൾ ഓൾറെഡി ബാച്ചസും കാര്യങ്ങളും എൻട്രിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഓൾറെഡി നമുക്കറിയാം ഹാർബർ എഞ്ചിനീയറിംഗ് പോലൊരു എക്സാം ഉണ്ട്. അത് AE ലെവൽ എക്സാമാണ്. അതുകൊണ്ട് തന്നെ നല്ല ഡിജിറ്റൽ ബോർഡ് കണ്ടന്റിലെ വീഡിയോസും കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. KSEB AEൻ്റെ ഒക്കെ ഒരുപാട് പേര് നമ്മുടെ റാങ്ക് ലിസ്റ്റിലുണ്ടായിരുന്നു. അതുപോലെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നല്ല ക്വാളിറ്റിയുള്ള കണ്ടന്റും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി കഴിഞ്ഞ ഈ AE ലെവൽ എക്സാമിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വരുന്ന എക്സാമിന് കണ്ടന്റ് ഓൾറെഡി എൻട്രിയിൽ അവൈലബിൾ ആണ്, നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ അടുത്ത എക്സാം നോക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞ AE ലെവലിൽ ഇനി വരാനിരിക്കുന്ന എക്സാം, ഇത് കഴിഞ്ഞ ദിവസത്തെ പേപ്പർ കട്ടിംഗ് ആണ്. അതിനകത്ത് വന്നത് വാട്ടർ അതോറിറ്റി അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ. അതായത് നമുക്ക് ഓൾറെഡി ഇപ്പം യൂണിവേഴ്സിറ്റീസ് ഇൻ കേരളയിൽ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ വിളിച്ചു കഴിഞ്ഞു. അടുത്ത മാസം സ്റ്റാർട്ടിങ് തന്നെ വരാൻ പോകുന്ന നോട്ടിഫിക്കേഷനാണിത്. KW കേരള വാട്ടർ അതോറിറ്റിനകത്ത് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ വരുന്നുണ്ട്. അപ്പോൾ ഇത് 2 എക്സാമും കമ്പൈൻഡ് ആയിട്ടായിരിക്കും മിക്കവാറും വരാൻ ചാൻസ് ഉള്ളത്. എക്സാം ഏകദേശം സെയിം സിലബസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ പഠിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 എക്സാമിന് ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യാം. ഓൾറെഡി മറ്റേ 3 വേക്കൻസി ഉണ്ട്. ഇതിൻ്റെ വേക്കൻസി ഡീറ്റെയിൽസ് നമുക്ക് സൈറ്റിൽ വന്നു കഴിയുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, അതെന്തായാലും പെട്ടെന്ന് തന്നെ അപ്ഡേറ്റ് ആവും. ഇതിൻ്റെ കൂടെ തന്നെ വരുന്ന വേറൊരു എക്സാമാണ് എഞ്ചിനീയറിംഗ് കോളേജുകളിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ. ഈ നോട്ടിഫിക്കേഷനൊക്കെ അടുത്ത മാസം
പെട്ടെന്ന് തന്നെ അപ്ഡേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് വന്നിട്ടുണ്ട്. അതായത് ഡിസ്കഷനിൽ പെട്ടെന്ന് വരാനുള്ള നോട്ടിഫിക്കേഷൻസ് ആണിത്. ഓക്കെ, തുടങ്ങിയവയാണ് വിജ്ഞാപനം തയ്യാറായ മറ്റ് പ്രധാന തസ്തികകൾ. അതങ്ങനെ തന്നെയാണ് നമ്മുടെ ന്യൂസ് റിപ്പോർട്ടിൽ വന്ന് മാതൃഭൂമി ന്യൂസിൽ വന്ന റിപ്പോർട്ടാണ്. ഓക്കെ, ഇനിയിപ്പോൾ അടുത്ത കാറ്റഗറി നോക്കുകയാണെങ്കിൽ 071/2024. അത് പബ്ലിക് വർക്ക് PWD ആണ്. PWD നമുക്കറിയാം അത്യാവശ്യം നല്ല ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആണ്. പക്ഷേ അവിടെ വന്ന പോസ്റ്റ് എന്താണ്? അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇലക്ട്രോണിക്സ് ആണ്. കോമൺലി ഇലക്ട്രോണിക്സ് കഴിഞ്ഞ ആളുകൾക്ക് വേക്കൻസി വളരെ കുറവാണ്. പക്ഷേ എന്നാലും വേക്കൻസി ഉണ്ടാവും. വലിയൊരു ഡിപ്പാർട്ട്മെൻറ്റ് ആയിരുന്നു, പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെൻറ്റ് ആയതുകൊണ്ട് അത്യാവശ്യം വേക്കൻസി ഉണ്ടാവും. ഓക്കെ, ഇപ്പം അറ്റ് ദ ടൈം ഓഫ് നോട്ടിഫിക്കേഷൻ 2 വേക്കൻസി ഓൾറെഡി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പേ സ്കെയിൽ നമുക്കറിയാം, അസിസ്റ്റൻറ്റ് എഞ്ചിനീയറിൻ്റെ പേ സ്കെയിൽ സെയിം ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ പറയുകയാണെങ്കിൽ ഒരുപാട് ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ട് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. ഓക്കെ, ഡിഗ്രി ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഓർ ഇക്വലന്റ് പ്രിഫറലി വിത്ത് ഇലക്ട്രിക്കൽ കമ്മ്യൂണിക്കേഷൻ ആസ് എ സ്പെഷ്യലൈസേഷൻ സബ്ജക്റ്റ്. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞ ആളുകൾക്ക്, ഇലക്ട്രിക്കലിൽ കമ്മ്യൂണിക്കേഷൻ പഠിച്ച ആളുകൾക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. ബേസിക് ക്വാളിഫിക്കേഷൻ ആയി പറഞ്ഞാൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് തന്നെ പറയുന്നത്. അതുപോലെ ഡിഗ്രി ഇൻ റേഡിയോ എഞ്ചിനീയറിംഗ്, ടെലികമ്മ്യൂണിക്കേഷൻ. അതുപോലെ തന്നെ ഡിഗ്രി ഓർ ഡിപ്ലോമ ഇൻ ഇലക്ട്രോണിക്സ് ഓഫ് മദ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി MITയിൽ. അതുപോലെ തന്നെ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ഇൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് IISc ബാംഗ്ലൂരിൻ്റെ അകത്ത് ഈ ഒരു ക്വാളിഫിക്കേഷൻ, ഡിപ്ലോമ ക്വാളിഫിക്കേഷൻ കഴിഞ്ഞ ആളുകൾക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ MSc ഇൻ ഫിസിക്സ് ഓർ അപ്ലൈഡ് ഫിസിക്സ് വിത്ത് വയർലെസ് ആസ് എ സ്പെഷ്യലൈസേഷൻ സബ്ജക്റ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വാളിഫിക്കേഷൻ ആളുകൾ അപ്ലൈ ചെയ്യാം. ഇനി ഇതിൻ്റെ ഇക്വലന്റ് ക്വാളിഫിക്കേഷൻസ്, നമുക്ക് ഇങ്ങനെ ഒരു എക്സാം വരുന്ന സമയത്ത് ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ നമുക്ക് അറിയണം. ആദ്യത്തെ 2 പോസ്റ്റിനകത്ത് കറക്റ്റ് സെയിം ക്വാളിഫിക്കേഷൻ തന്നെയാണ് പറഞ്ഞത്. അതായത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആളുകൾക്ക് ഈ അപ്ലൈ ചെയ്യാം. ഇവിടെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇലക്ട്രോണിക്സ് ആണ്. അതിൻ്റെ ക്വാളിഫിക്കേഷൻ BTech ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത്. PWD ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ് ക്വാളിഫിക്കേഷൻ പറയുന്നത്. അതിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 60% സിലബസ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ബാക്കി സിലബസ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിൻ്റെ ഒക്കെ സിലബസ് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇലക്ട്രോണിക്സിൻ്റെ അതിൽ കുറേ ടോപ്പിക്സ് വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരു മിക്സഡ് സിലബസ് ആണ്. അതുകൊണ്ടാണ് നമുക്ക് മെയിനായിട്ട് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ക്വാളിഫിക്കേഷൻ വരുന്നത്. അതിൻ്റെ അകത്ത് ഇക്കൺ ക്വാളിഫിക്കേഷൻ വരുന്നത് അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ കഴിഞ്ഞ ആളുകൾക്ക് അപ്ലൈ ചെയ്യാം, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് കഴിഞ്ഞ ആളുകൾക്ക് അപ്ലൈ ചെയ്യാം, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആളുകൾക്ക് അപ്ലൈ ചെയ്യാം, പവർ സിസ്റ്റംസ് കഴിഞ്ഞ ആളുകൾക്ക്, പവർ ഇലക്ട്രോണിക്സ് കഴിഞ്ഞ ആളുകൾക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് BTech MTech ക്വാളിഫിക്കേഷൻ ആളുകൾക്കൊക്കെ അപ്ലൈ ചെയ്യാം. ഇനി അടുത്ത് വരുന്നതാണെങ്കിൽ BTech ടെലികമ്മ്യൂണിക്കേഷൻ ആണ് അടുത്ത ക്വാളിഫിക്കേഷൻ പറയുന്നത്. അതിൻ്റെ അകത്ത് BTech ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞ ആളുകൾക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ BE ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ടെലികമ്മ്യൂണിക്കേഷൻ വരുന്ന ആ ഒരു 2 സ്ട്രീമുകൾ അവർക്ക് ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇത് സൈറ്റിനകത്ത് വന്നിട്ടുണ്ടാവില്ല. ഈ ഒരു വീഡിയോ കാണുമ്പോൾ 1-2 ദിവസത്തിനുള്ളിൽ നമുക്ക് സൈറ്റിൽ അപ്ഡേറ്റ് ആവും. നമുക്ക് ആ നോട്ടിഫിക്കേഷൻ വെച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് വരുന്നത് സെപ്പറേറ്റ് റിക്രൂട്ട്മെൻ്റ് ആയ റിസർവേഷൻ കാറ്റഗറി വരുന്ന റിക്രൂട്ട്മെൻ്റ് ആണ്. അവിടെ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബിലേക്ക് വരുന്നതാണ്. ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഓവർസിയർ ഗ്രേഡ് 3, ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 3 സിവിൽ. ഓക്കെ, ഗ്രേഡ് 3 പോസ്റ്റാണ്. അത്യാവശ്യം എന്താ പറയുക, ഒരു IT ലെവലുള്ള പോസ്റ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതുപോലെ അവിടെ സാലറി സ്കെയിൽ വരുന്നത് 26,500 മുതൽ 60,700 വരെയാണ് വേക്കൻസി വന്നിരിക്കുന്നത്. SC ST കാറ്റഗറി മാത്രമേ ഉള്ളൂ, 1 വേക്കൻസിയാണ്. ഓക്കെ, ഇനിയിപ്പോൾ അടുത്ത് നോക്കുകയാണെങ്കിൽ അടുത്തത് ഇതുപോലെ തന്നെ വേക്കൻസിയാണ്. കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനകത്ത് ഇലക്ട്രീഷ്യൻ വേക്കൻസി. നമുക്കറിയാം ഓൾറെഡി ഒരുപാട് ഇലക്ട്രീഷ്യൻ പോസ്റ്റുകളിലേക്ക് അപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്. ഇതും അതുപോലെ ഒരു പോസ്റ്റാണ്. അതുപോലെ തന്നെ സാലറി സ്കെയിൽ 19,000 മുതൽ 43,600 വരെയാണ് സാലറി സ്കെയിൽ. അവിടെ 2 നോട്ടിഫിക്കേഷൻ കാറ്റഗറീസ് 2 ഉണ്ട്. 093/2024 094/2024. അതിനകത്ത് ഈഴവ, ബിലവ, തീയ കാറ്റഗറിയിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഷെഡ്യൂൾഡ് കാസ്റ്റിൽ വരുന്നുണ്ട്. ഓരോന്നിനും ഓരോ വേക്കൻസി വെച്ചാണുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മേജറായിട്ട് വന്ന നോട്ടിഫിക്കേഷൻസ് ടെക്നിക്കൽ കാറ്റഗറിയിൽ. ഇനിയും നിങ്ങളോട് പറയാനുള്ള കാര്യം, ഞാൻ സ്റ്റാർട്ടിങ് പറഞ്ഞ പോലെ നിങ്ങളുടെ ആരെങ്കിലും ഫ്രണ്ട് സർക്കിളിൽ ആരെങ്കിലും, അപ്പോൾ ചിലപ്പോൾ BTech ഫൈനൽ ഇയേഴ്സ് ഒക്കെ ആയിരിക്കും. അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്ത് ചുവട് മുമ്പോട്ട് പോകണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് അപ്ഡേറ്റ് കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ചാനൽ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഓരോ കമ്മ്യൂണിറ്റി ഉണ്ട്, പല എക്സാംസ് ഉണ്ട് നമുക്ക്. അതിപ്പോൾ പറയുകയാണെങ്കിൽ ടെക്നിക്കൽ എക്സാംസ് കംപ്ലീറ്റ് ആയിട്ട് വരുന്ന ഒരുപാട്, സിവിൽ എഞ്ചിനീയറിംഗ് ആണ്, സിവിൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, അങ്ങനെ ഓരോന്നിനും ഓരോ കമ്മ്യൂണിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ RRBG എക്സാം, RRBGൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഓരോ വർഷവും എക്സാം നടത്താൻ പോകും. അപ്പോൾ ഈ വർഷം നിങ്ങൾ പ്രിപ്പയർ ചെയ്തില്ലെങ്കിൽ അടുത്ത വർഷം നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനകത്തുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു വാട്സാപ്പ് കമ്മ്യൂണിറ്റിനകത്തൂടെ നിങ്ങളിലേക്ക് എത്തും. ഓക്കെ, അപ്പം അതിൻ്റെ കമ്മ്യൂണിറ്റി ലിങ്ക് താഴെയുണ്ട്. അതുപോലെ തന്നെ ഗേറ്റ് എക്സാംസിൻ്റെ ഉണ്ട്. അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് അപ്സ്കില്ലിംഗ് ജോബ്സിൻ്റെ ഉണ്ട്, ക്വാണ്ടിറ്റി സർവേയിങ് ഉണ്ട്, MEP ഉണ്ട്. അതുപോലെ ഒരുപാട് നമ്മുടെ ടെസ്റ്റ് പ്രിപ്പ് കോഴ്സസും അതുപോലെ തന്നെ അപ്സ്കില്ലിംഗ് കോഴ്സസിൻ്റെ ഒക്കെ വാട്സാപ്പ് കമ്മ്യൂണിറ്റി നമുക്കുണ്ട്. അതിനകത്താണ് എല്ലാവിധ അപ്ഡേറ്റും, അതായത് പുതിയ ജോബ് ഓപ്പർച്യൂണിറ്റിയും അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം അതിനകത്താണ് വരുന്നത്. അതും നിങ്ങൾ ഫോളോ ചെയ്യുക. കാരണം നിങ്ങൾ അപ്ഡേറ്റ് ആയിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് ഈ ഇതുപോലുള്ള അവസരങ്ങളൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക, ബാക്കിയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.